കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും ഞാൻ. ക്രിസ്തീയ ജീവിതയാത്രയതിൽ കണ്ണീരിൻ വേളയും കഷ്ടങ്ങളേറെയും വരികിലും അവനിൽ ഞാൻ സന്തോഷിക്കും. കണ്ണീരിൻ വേളയും കഷ്ടങ്ങളേറെയും വരികിലും അവനിൽ ഞാൻ സന്തോഷിക്കും. ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് സഹോദരൻ ജോർജ് ജോൺ ഇൻഡോർ ദൈവവചനത്തിൽ നിന്നും ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാ മോർണിംഗ് വോയിസ് ശ്രോതാക്കൾക്കും നൽകുകയാണ്. വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ ഇപ്രകാരമായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. നാം ഒഴുകിപ്പോകുക എന്ന് പറയുന്നത് നമ്മുടെ പിന്മാറ്റത്തെയാണ് കാണിക്കുന്നത്. ഇന്ന് ആരാധന ചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ വിശ്വാസികളെ ഒരു ക്രിസ്തീയ ജീവിതത്തിലെ ഒരു ക്യാൻസറിന് തുല്യമായ ഒരു രോഗമാണ് ഈ പിന്മാറ്റം എന്ന് പറയുന്നത്. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവിക വചനത്തിന് അനുസരിച്ച് ഓരോ ദിവസവും നാം ആത്മീയമായി മുന്നേറുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, നാം അങ്ങനെ മുൻപോട്ട് പോകുന്നതായ സമയത്ത് പലപ്പോഴും ഒഴുകിപ്പോകുവാൻ, പിന്മാറിപ്പോകുവാൻ, വിശ്വാസത്തിൽ കുറവുള്ളവരായി തീരുവാൻ കാരണം ഉണ്ട്. നാം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഈ പിന്മാറ്റം ഉണ്ടാകുന്നത്, അതിൻ്റെ ചില ചിഹ്നങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് പോയിരിക്കുന്നു എന്ന്. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ഇന്ന് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമത്, നിഗ്ലക്റ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. വലിയവനായ ദൈവത്തിൻ്റെ വചനം നാം തിരസ്കരിച്ച് കളയുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടുന്നതായ മഹത്വം നാം കൊടുക്കാറില്ല. ദൈവവചനമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും പ്രാധാന്യമായിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെ നമുക്ക് ആത്മീയമായ ജീവിതത്തിന് വേണ്ടി വലിയവനായ ദൈവത്തിൻ്റെ വചനവും ആവശ്യമാണ്. 1 പത്രോസ് 2:2 നാം കാണുന്നത്, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി മായമില്ലാത്ത പാൽ കുടിക്കുവാൻ നാം വാഞ്ചയുള്ളവരായി തീരണം. 2 തിമോഥെയോസ് 2:15 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നാം ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒന്നും തന്നെ ലോകത്തിൽ ഇല്ല. 119-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ദൈവവചനത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയ വിശ്വാസികളെ, ഇത്രമാത്രം വചനത്തിന് പ്രാധാന്യമുള്ളപ്പോൾ അതിന് നാം പ്രാധാന്യം കൊടുക്കാതെ നാം അതിൽ നിന്ന് മാറുകയാണെങ്കിൽ നിശ്ചയമായും നാം ചിന്തിക്കണം, നാം ദൈവസന്നിധിയിൽ നിന്ന് ഒഴുകിപ്പോകുവാൻ തുടങ്ങിയിരിക്കുന്നു. നാം ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോകുന്നുവോ ഇല്ലയോ എന്ന് നാം നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം ഞാൻ എത്ര പ്രാവശ്യം ദൈവവചനത്തിന് മുമ്പാകെ ഇരുന്നു, ദൈവവചനം നാം പഠിച്ചു? അതിൻ്റെ ഉത്തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ സ്ഥിതി. രണ്ടാമതായിട്ട്, ലൂസിങ് വൺസ് ഡിസയർ ഫോർ പ്രെയർ. പ്രാർത്ഥനയ്ക്ക് ഒരു വൈമനസ്യം കാണിക്കുക. നാം എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ സിംഹാസനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ളതായ പ്രാഗൽഭ്യം എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥനയെന്ന് 1 യോഹന്നാൻ 5:14-15 വാക്യങ്ങളിൽ നാം കാണുന്നു.
എന്നാൽ പ്രിയ വിശ്വാസികളെ, നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടുന്നതായ തൂക്കം കൊടുക്കുന്നില്ല എങ്കിൽ, മഹത്വം കൊടുക്കുന്നില്ല എങ്കിൽ, നാം ചിന്തിച്ചു കൊള്ളുക, നാം പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലാണ്. ഒരു ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. കഴിഞ്ഞ ആഴ്ച ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ വേണ്ടി എത്ര സമയം കൊടുത്തു? നമ്മുടെ ആ സമയത്തിൻ്റെ ദൈർഘ്യമനുസരിച്ച് നമ്മുടെ ആത്മീകത്വം നമുക്ക് തൂക്കി നോക്കുവാനായിട്ട് സാധിക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ അവിടുന്ന് ഇടയാക്കണം. മൂന്നാമതായിട്ട് നാം കാണുന്നത് ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് ഇൻ ദ വേൾഡ്ലി പ്ലഷർ. ഈ ലോകത്തിലുള്ളതായ ആ പ്ലഷേഴ്സിൽ, ആ സന്തോഷത്തിൽ നാം മാറിത്തീരുകയാണ് ചെയ്യുന്നത്. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം കാണുന്നത് അവസാന സമയത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് ഈ ലോകത്തെ സ്നേഹിക്കുകയും ഈ ലോകത്തിൻ്റെ പിന്നാലെയും പോകുക എന്നുള്ളത്. എബ്രായ ലേഖനം 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ മോശ ഈ ലോകത്തിൻ്റെ ആ പ്രാധാന്യത്തെ അത് മാറ്റിക്കളഞ്ഞിട്ട് ലോകത്തിൽ സന്തോഷം അനുഭവിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവമക്കളോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു. പ്രിയ വിശ്വാസികളെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ഈ ലോകകരമായിരിക്കുന്ന സന്തോഷത്തിലാണോ, നമുക്ക് കിട്ടുന്ന സമയങ്ങൾ സ്പോർട്ടുകളിൽ, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതിലോ ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങളിലാണോ നാം പ്രാധാന്യം കാണുന്നത്? അതോ നമ്മുടെ സമയം ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുന്നതിലാണോ നാം പ്രാധാന്യം കാണുന്നത് എന്ന് നാം ചിന്തിക്കുക. നാം ദൈവവചനത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ നാം ആത്മീയരായി മുന്നോട്ട് പോകുന്നു. അല്ല, ദൈവവചനത്തിൻ്റെ സ്ഥാനത്ത് ലോകത്തിലുള്ളതായ കാര്യങ്ങളിൽ നാം സന്തോഷിക്കുന്നവരാണെങ്കിൽ നാം പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്നവരാണ്. നാലാമതായിട്ട് നാം കാണുന്നത് ബിഗിനിങ് ടു മേക്ക് ട്രൈവൽ എക്സ്ക്യൂസസ് ഫോർ മിസ്സിംഗ് സ്പിരിച്വൽ മീറ്റിംഗ്. ആത്മീയ കൂട്ടായ്മയ്ക്ക് നാം പോകേണ്ടതിന് പകരം പലപ്പോഴും നാം നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. ഉറക്കം ശരിയായില്ല, തലവേദന എടുക്കുന്നു, പിറ്റേ ദിവസം എനിക്ക് യാത്ര ചെയ്യേണ്ടതുകൊണ്ടായിട്ട് ഞാൻ സാധനങ്ങളൊക്കെ അടുക്കി പറക്കേണ്ടവരായിരുന്നു, അല്ലെങ്കിൽ പിറ്റേ ദിവസം കോച്ചിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കോച്ചിങ്ങിന് വേണ്ടി പോകുക. അങ്ങനെയുള്ളതായ പല കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ ദൈവീക കാര്യങ്ങൾക്ക് നാം ഒരിക്കലും പ്രാധാന്യം കൊടുക്കാതെ ഇരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ നാം ഒഴിവൊഴികൾ പറയുന്നതായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16 മുതൽ 24 വരെ വാക്യങ്ങളിൽ അവർ ഒഴിവൊഴികൾ പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നതിന്, ഞാൻ വിവാഹം കഴിച്ചു, ഞാൻ സ്ഥലം വാങ്ങിച്ചു, അത് നോക്കാൻ പോകണം, ഞാൻ കാളയെ വാങ്ങിച്ചു, അത് നോക്കാൻ പോകണം, ഇങ്ങനെയൊക്കെയുള്ളതായ ഒഴിവൊഴിവുകൾ പലപ്പോഴും നാം പറയുന്നവരായിരിക്കണം. പ്രിയ വിശ്വാസികളെ, നാം നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കുക. ഈ 4 സ്വഭാവത്തിൽ നാം എവിടെയാണ് ഇരിക്കുന്നത്? ദൈവവചനം വായിക്കുന്നതിൽ നമ്മുടെ സ്ഥിതി എവിടെ? പ്രാർത്ഥനയിൽ നമ്മുടെ സ്ഥിതി എവിടെ? ലൗകികമായ സമാധാനത്തിലും സന്തോഷത്തിലുമാണോ അതോ ദൈവവചനത്തിലാണോ നാം രസിക്കുന്നത്? അത് നാം ഒന്ന് ചിന്തിച്ച് നോക്കുക. നാം വെറും കഴമ്പില്ലാത്ത ഒഴിവുകഴികൾ പറഞ്ഞ് ദൈവവചനത്തിൽ നിന്ന്, ദൈവ കൂട്ടായ്മയിൽ നിന്ന് നാം മാറുന്നവരാണോ? നമ്മുടെ ചിന്താഗതി നോക്കുക. നാം ആ പിൻമാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്നുവെങ്കിൽ നാം തിരിച്ചു വരണം. നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ട ദൈവവചനത്തിൽ നാം അടിയുറച്ച് നിൽക്കുന്നവരായിരിക്കണം. ദൈവം ഈ വാക്കുകൾ മുഖാന്തരം കൊണ്ട് നമ്മുടെ പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മാറി ആത്മീയമായി മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.